ഞാൻ സമീനയൊക്കെ എല്ലാവരും ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് ജീവശാസ്ത്രം എന്ന് പറയണം, ബയോളജി എന്ന് പറഞ്ഞൊരു പുസ്തകം നമ്മളതൊന്നും ഞാൻ പഠിക്കാൻ പറ്റില്ല. അത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന രോഗങ്ങൾ അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ഡോക്ടർമാരും എല്ലാവരും പഠിച്ച് അവർ ഹോസ്പിറ്റലിൽ നമുക്കുള്ള ഓരോ രോഗത്തിനെ കുറിച്ച് പറയുന്നത് അതനുസരിച്ച് മരുന്ന് തരുന്നതല്ല. നമുക്ക് ഓരോ അസുഖങ്ങൾ അതെങ്ങനെയാണ് മാറ്റേണ്ടതെന്ന് അല്ലെങ്കിൽ അതെങ്കിൽ കൂടെയാണ് ഉണ്ടാകുന്നതെന്ന് ഒന്നും നമുക്കറിയാൻ പാടില്ല. അല്ലെങ്കിൽ അതിൻ്റെ പരിഹാരം എന്തൊക്കെയാണ്, എന്തെല്ലാം കഴിക്കണേ, അതൊക്കെയാണ്. കേവലം ഈ പുസ്തകം എല്ലാവരും പഠിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. എന്നാൽ അത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ അസുഖങ്ങൾക്ക് അല്ലെങ്കിൽ അസുഖങ്ങൾ എങ്ങനെയുള്ള മാറ്റം എന്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് നമുക്കാർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് രോഗങ്ങൾ വരുമ്പോൾ എന്തെല്ലാം കഴിക്കണം, എന്തൊക്കെ എന്തിൽ നിന്നാണ് ഉണ്ടാകുന്ന രോഗങ്ങൾ. തൈറോയിഡ് എന്ന് പറയുന്ന ഒരു അസുഖം, ഇതിപ്പോൾ ഒരു LDCയുടെ ബുക്കാണ്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ബയോളജിയുടെ ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു LDCയുടെ ബുക്കുണ്ടെങ്കിൽ ബയോളജി ജീവശാസ്ത്രം എന്ന് പറയുന്നൊരു ഇതെടുത്ത് നോക്കിയിട്ടുണ്ട്. ഇപ്പം എല്ലാവരുടെയും കയ്യിൽ മിക്കവാറും ബയോളജിയുടെ ടെക്സ്റ്റ് ഉണ്ടാവും. ആ ടെക്സ്റ്റ് എടുത്ത് നോക്കിയാൽ തന്നെ നമുക്കറിയാം നമുക്കത് ആവശ്യമുള്ളതാണോ അല്ലയോ. തൈറോയ്ഡ് ഗ്രന്ഥി, തൈറോയ്ഡ് ഗ്രന്ഥി, പാരാതൈറോയ്ഡ് ഗ്രന്ഥി രണ്ടുമുണ്ട്. രക്തത്തിലേക്ക് കാൽസ്യത്തിൻ്റെ കുറയുമ്പോൾ വൃക്കകൾ രക്തത്തിലേക്ക് കാൽസ്യത്തിൻ്റെ പുനരാക്രമണത്തിനായി സഹായിക്കുന്നു. ഹോർമോണാണ് പാരാത്രം എന്ന് വെച്ചാൽ രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയുമ്പോൾ വൃക്കകളിൽ നിന്ന് രക്തത്തിലേക്ക് കാൽസ്യത്തിൻ്റെ പുനരാക്രമണത്തിന് കാൽസ്യത്തിൻ്റെ അളവ് കുറയുമ്പോൾ വൃക്കകളിൽ ഉണ്ടാകുന്നതാണ് എന്ത് പാരാത്രം എന്നുള്ളത്. എന്ന് വെച്ചാൽ കാൽസ്യത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് ഈ തൈറോയ്ഡ് എന്ന് പറയുന്ന അസുഖം. അതായത് രക്തത്തിലെ കാൽസ്യത്തിൻ്റെ അളവ് കുറയുമ്പോൾ കാൽസ്യത്തിൻ്റെ തോത് ഉയർത്തി സാധാരണ നിലയിൽ ആക്കുന്ന ഹോർമോണാണ്. രക്തത്തിൽ നമ്മൾ കാൽസ്യത്തിൻ്റെ അളവ് കുറയുമ്പോൾ കാൽസ്യത്തിൻ്റെ അളവ് കൂടാനുള്ളത് എന്ത്, നമ്മൾ എന്തൊക്കെ ഭക്ഷണമാണ് അതെല്ലാം കഴിക്കണം. നമ്മൾ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളെല്ലാം ഒഴിവാക്കണം. അല്ലാണ്ട് ഈ ഹോസ്പിറ്റലുകളുടെ ഒന്നും സത്യം പറഞ്ഞിട്ടുണ്ട് ആവശ്യം. ഒരു നമുക്ക് രക്തം ഓടിയിൽ നമുക്ക് ജീവിക്കണം, ശ്വസിക്കണമെങ്കിൽ എന്തുണ്ടെങ്കിലും നമ്മുടെ രക്തം ഓടണം. ആ രക്തം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും പാസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആ രക്തം ഉണ്ടാകാനുള്ള ഭക്ഷണസാധനം എന്തൊക്കെയാണെന്ന് നമുക്കറിയാൻ പാടില്ല. രക്തത്തിൻ്റെ അളവ് കൂട്ടുന്നത് ഒരു ക്യാൻസർ തന്നെ ഉണ്ടാകുന്നത് സാധാരണ കോശങ്ങൾ ക്യാൻസർ കോശങ്ങളായി മാറുന്നത് രക്തം ഓടുന്ന കോശങ്ങൾ രക്തം കട്ട പിടിക്കുന്ന കോശങ്ങളായി മാറുന്നതാണ്. കട്ട കുത്തി രക്തം ഓടിയില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റും ഒരിക്കലും. ജീവിതശൈലി രോഗങ്ങൾ, നമ്മുടെ പ്രധാനമായ ജീവിതശൈലി രോഗങ്ങളും രക്തസമ്മർദ്ദം, ഡയബറ്റീസ്, സ്ക്ലിറോസിസ് എന്ന് വെച്ചാൽ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നതിനുള്ള കാരണമാണ് ആരോഗ്യകരമില്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നത്, വ്യായാമമില്ലായ്മ, പുകവലി, മദ്യപാനം, ഉറക്കമില്ലായ്മ, മാനസിക സമ്മർദ്ദം, ആഹാരത്തിൽ പോഷകങ്ങൾ, മയക്കുമരുന്ന്, ഇത് ഒരു പൊണ്ണത്തടി ഉണ്ടാകുന്നതിന് പൊണ്ണത്തടി ഉണ്ടാകുമ്പോൾ ഏതെല്ലാം രോഗങ്ങളായി മാറും. അതുപോലെ ഏതാണ് ഹൃദയ സംബന്ധപരമായ രോഗങ്ങൾ ഉണ്ടാകുന്നത്. എല്ലാം ഈ രക്തമാണ്. നമ്മളപ്പോൾ ഏത് അസുഖം നമുക്ക് ജീവിക്കണമെങ്കിൽ രക്തം വേണം. തലച്ചോറ് വഴിയാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ജീവിക്കണമെങ്കിൽ നമുക്ക് രക്തം വേണം. ഈ നമ്മുടെ ശരീരത്തിലെ എല്ലാ ഞരമ്പുകൾ, പല കുഴലുകളുണ്ട് ഞരമ്പുകൾ. ഈ കുഴലുകളിലെല്ലാം ഞരമ്പുകളിലെ രക്തം എത്തുന്ന നേരെ എന്നാണ് തലയോട്ടിയിലാണ് എല്ലാത്തിൻ്റെയും ഞരമ്പ് സ്ഥിതി
നമ്മൾ രക്തം ഓടാനുള്ളത്. രക്തം കട്ട പിടിച്ചാലാണ് നമുക്ക് ശ്വസിക്കാൻ കഴിയാത്തത്, ഓക്സിജൻ ഇല്ലാത്തത്, ജീവിക്കാൻ പറ്റാത്തതില്ല. നമ്മുടെ ഹാർട്ടിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് ശ്വസിക്കാൻ പറ്റില്ല. ശ്വസിക്കാൻ പറ്റാത്തത് മൂലമാണ് നമ്മുടെ ഹാർട്ടിനുള്ള പ്രശ്നം വരുന്നത്. അപ്പോൾ നമ്മൾ രക്തത്തിൻ്റെ അളവ് കൂട്ടാനുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കണം. ഇത് കണ്ട ഉപ്പ് കുറവുള്ള കുഴപ്പവും കുറഞ്ഞതുമായ ഭക്ഷണം കഴിക്കുക, ശരീരം ഉയർന്ന് വ്യായാമിച്ച് പുകവലിയുടെ ഉപയോഗവും മദ്യപാനവും കുറയ്ക്കുക എന്നുള്ളത്. അതുപോലെ പ്രമേഹം എന്ന് പറയുന്ന ശരിയായ അളവിൽ കോശങ്ങൾക്ക് ഗ്ലൂക്കോസ് ആഗിരണം ചെയ്യാൻ കഴിയാത്തത് മൂലം രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്ന അവസ്ഥയാണ്. പ്രമേഹങ്ങൾക്ക് അനുമതിക്കാൻ കഴിയുന്ന ഗ്ലൂക്കോസിൻ്റെ തോത് എത്രയാണെന്ന് നോക്കുക. അതുപോലെ തന്നെ പ്രമേഹം 2 തരമുണ്ട്. ടൈപ്പ് 1, ടൈപ്പ് 2 പ്രമേഹമുണ്ട്. ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന ശരീരത്തിന് കഴിയാത്ത മൂലം ഉണ്ടാകുന്ന, ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ ശരീരത്തിന് കഴിയാത്ത മൂലം ഉണ്ടാകുന്ന പ്രമേഹമാണ് ടൈപ്പ് 1. ടൈപ്പ് 1 പ്രമേഹം ഒരു സ്വയം പ്രതിരോധ രോഗം. ഇൻസുലിൻ ഉൽപ്പാദനത്തിന് കുറവോ പ്രവർത്തനത്തിൽ തകരാറുള്ള കാരണം രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് വർദ്ധിക്കുകയും അധിക ഗ്ലൂക്കോസിൻ്റെ മൂത്രത്തിലൂടെ പുറത്തള്ളപ്പെടുകയും ചെയ്യുന്ന രോഗമാണ് ഈ പ്രമേഹം എന്ന് ഡയബറ്റീസ് മെലിറ്റസ്. അതുപോലെ ജീവിതശൈലി രോഗമായി വരുന്ന പ്രമേഹത്തിൻ്റെ വകഭേദമാണ് ടൈപ്പ് 2 പ്രമേഹം. എന്ന് വെച്ചാൽ പൊണ്ണത്തിൻ്റെയും ജീൻ തകരാറുമാണ് ടൈപ്പ് 2 പ്രമേഹത്തിൻ്റെ കാരണം. ഇതെന്ന് പറഞ്ഞാൽ ഇൻസുലിൻ പ്രതിരോധ കാരണമുള്ള പ്രമേഹം എന്നറിയപ്പെടുന്നു. അതുവഴിയുണ്ടാകുന്ന മറ്റാരോഗ്യ പ്രശ്നങ്ങൾ കണ്ട കായികക്ഷമത കുറയുന്നു, അമിതമായ ക്ഷീണാനുഭവം, ഹൃദയാഘാതത്തിൻ്റെയും പക്ഷാഘാതത്തിൻ്റെയും മുഖ്യ കാരണം പ്രമേഹം. വൃക്കകൾക്ക് തകരാർ സംഭവിക്കും, മുറിവുകൾ ഉണങ്ങാതെ കിടക്കും, സ്പർശനശേഷി നഷ്ടമാകും, കണ്ണിലെ രക്തക്കുഴലുകൾക്ക് കോട്ടം സംഭവിക്കാൻ ഡയബറ്റീസ്, റെറ്റിനിയോപ്പതി, തിമിരം, ഗ്ലോക്കോമ എന്നീ രോഗങ്ങളിലേക്കും അന്ധതയിലേക്കും വരെ പ്രമേഹം നയിക്കും. കാലുകളിൽ നാഡീ തകരാറുകൾക്ക് കാരണമാകുന്ന ചികിത്സിക്കാത്ത അവസരത്തിൽ കാലുകൾ മുറിച്ച് മാറ്റേണ്ടി വരും. ഈ കാണുന്നതെല്ലാമാണ് ഈ പ്രമേഹം 2 എന്ന് വരുന്നത്. 2 തരം പ്രമേഹം, 2 തരം ഷുഗർ. ഇതിനൊഴിവാക്കേണ്ടത് എന്തെല്ലാമാണ്? പഞ്ചസാരയും മധുരപലഹാരങ്ങൾ ഒഴിവാക്കുക, വറുത്തതും എണ്ണമയുള്ള ഭക്ഷണങ്ങൾ നിയന്ത്രിക്കുക. ഈ വാർദ്ധക്യ പ്രമേഹം, ഉയർന്ന കൊളസ്ട്രോൾ, പുകവലി എന്നിവ സ്ട്രോക്ക് ഉണ്ടാകുമ്പോൾ സംഭവിക്കാവുന്ന ലക്ഷണങ്ങൾ. ഇനി ഒരു ക്യാൻസർ ഉണ്ടാകുന്നത് രോഗങ്ങൾക്കുള്ള മരുന്നുകൾ, അലർജി എന്ന തലവേദന, നെഞ്ചരിച്ചിൽ, മൂക്കടപ്പ്, പനി, തവാഫ്, മതബന്ധം, മുടക്കം, നിർജ്ജലി